ടി ജി വാളയാർ കേസിലെ CBIയുടെ ചാർജ് ഷീറ്റ് കണ്ടല്ലോ, വല്ലാത്തൊരു ഷോക്കായിപ്പോയി. കേരളത്തിലെ ആളുകളുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ച രണ്ട് ആത്മഹത്യ. നമ്മൾ ഈ കുട്ടിയുടുപ്പുകളൊക്കെ ആയിട്ടുള്ള പ്രക്ഷോഭങ്ങളും ക്യാമ്പയിനും ഒക്കെ കണ്ടതാണ്. ഇപ്പോൾ CBI പറയുന്നത് ഈ കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തതും അവരുടെ മരണത്തിലേക്ക്, അത് ആത്മഹത്യ എന്നാണ് CBI പറയുന്നത്, നയിച്ചതുമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയതിൽ മാതാപിതാക്കൾക്ക്, പ്രത്യേകിച്ച് അമ്മയ്ക്കാണ് പ്രധാന പങ്ക് എന്ന് കണ്ട് അമ്മയെ പ്രതിയാക്കിയിരിക്കുകയാണ്. നേരത്തെയൊക്കെ നമ്മൾ ധരിച്ചത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് അതിനെ വിലക്കാനോ പോലീസിനെ അറിയിക്കാനോ തയ്യാറാവാത്തതാണ് അമ്മയുടെ പേരിലുള്ള കുറ്റം എന്ന് കരുതിയ നമ്മൾ ഇപ്പോൾ ഷോക്കാവാൻ കാരണം അമ്മ ആക്റ്റീവായി കുട്ടികളെ സെക്ഷൽ അബ്യൂസിന് ഇരയാവുന്നതിന് അരുനിന്നു എന്നാണ് പറയുന്നത്. CBI ശരിക്കും ഈ കേസിലൊരു അട്ടിമറി നടത്തിയിട്ടുണ്ടോ? അതാണോ? സത്യത്തിൽ ഞാൻ പറയട്ടെ, എവിടെ CBIയുടെ കുറ്റപത്രം? ആരുടെ കയ്യിലുണ്ട്? ഞാനിത് കുറേ അന്വേഷിച്ചിട്ട് പറയുക. മാധ്യമങ്ങളിലെല്ലാം വാർത്ത വന്നു. മാധ്യമങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി CBIയുടെ കുറ്റപത്രം? ഞാൻ എൻ്റെ സുഹൃത്തായ മാധ്യമ സുഹൃത്തുക്കളോട് ചോദിച്ചു, കുറ്റപത്രത്തിൻ്റെ കോപ്പിയുണ്ടോ? ഇല്ല. വായിച്ച് നോക്കി എഴുതിയെടുത്തതാണ്. കുറ്റപത്രത്തിൻ്റെ കോപ്പി കൊടുത്തിട്ടില്ല. ആരാണ് ഈ കുറ്റപത്രം ലീക്ക് ചെയ്യുന്നത്? CBI. കോടതിയിൽ നിന്ന് ലീക്ക് ചെയ്യില്ല. കോടതിയിൽ കൊടുത്തെങ്കിൽ പബ്ലിക് ഡോക്യുമെൻ്റ് അല്ലേ? കോടതിയിൽ കൊടുത്ത്, കോടതിയിൽ കോപ്പി ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഇവർ. ഇപ്പോൾ നേരത്തെ വാദിയായിരുന്നു, ഇപ്പോൾ പ്രതിഭാഗമായി. ഈ പ്രതിഭാഗം കോപ്പി ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് പ്രതിഭാഗത്തിന് ഇത് കിട്ടിയിട്ടില്ല, കുറ്റപത്രം കിട്ടിയിട്ടില്ല. ബട്ട് മാധ്യമങ്ങൾക്ക് കിട്ടി. മാധ്യമങ്ങളിൽ ഞാൻ സംസാരിച്ച ആൾക്കാർ പറഞ്ഞത് കോപ്പി കയ്യിൽ കിട്ടിയിട്ടില്ല, ഞങ്ങൾ നോക്കി എഴുതിയെടുക്കുകയായിരുന്നു. അപ്പോൾ CBI കോപ്പി ഒഫീഷ്യലി CBI കൊടുത്തതായിരിക്കണം. CBI എന്തിനത് ചെയ്യുന്നു എന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ കുറ്റപത്രം ചോർത്തി കൊടുക്കുന്നതിന് തെറ്റൊന്നുമില്ല. ഞാൻ ഒരു ഉദാഹരണം എന്ന നിലയ്ക്ക് പറയുകയാണ് കേട്ടോ. സിനിമാ നടൻ മുകേഷിൻ്റെ കാര്യത്തിലും കുറ്റപത്രം കൊടുത്തിട്ടുണ്ട്. ലീക്കായോ? ആയില്ല. വാർത്ത പോലും ആയില്ല. വാർത്തയായി, അതുകൊണ്ടാണ് ഞാൻ അറിഞ്ഞത്. അല്ല, വാർത്തയായത് ആ ദിവസം ആയില്ല. ആ ദിവസം സുരേഷ് ഗോപി ആയിരുന്നു വാർത്ത. എന്തുമായിക്കോട്ടെ, കുറ്റപത്രം കൊടുത്തല്ലോ. എന്താ ലീക്കാവാത്തത്? ഞാനൊരു ഡിസ്ക്ലൈമർ പറയാം. ഞാൻ മുകേഷ് എന്ന നടനെ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അദ്ദേഹത്തെപ്പറ്റി ഞാൻ ഒരു ചീത്ത അഭിപ്രായവും പറയുന്നില്ല. അദ്ദേഹം എന്തെങ്കിലും കുറ്റം ചെയ്തു എന്ന് ഞാൻ കരുതുന്നില്ല. കാര്യമൊക്കെ ശരി. ബട്ട് ആ കുറ്റപത്രം പുറത്തു വന്നില്ല. അതും കൂടെ പുറത്ത് വരട്ടെ എന്നല്ല ഞാൻ പറയുന്നത്. ഇതുപോലത്തെ കുറ്റപത്രങ്ങൾ പുറത്ത് വരാൻ പാടില്ലാത്തതാണ്. കാരണം ഇത്തരം സെൻസിറ്റീവായ കാര്യങ്ങളിൽ അത് മാധ്യമങ്ങളാണെങ്കിലും ഒരു മര്യാദ പാലിക്കേണ്ടത്. ജനങ്ങൾ അറിയണ്ടേ? ജനങ്ങൾ അറിയേണ്ട ഒരു കാര്യമില്ല അതിൽ. അതെന്ത്, നമ്മൾ ഈ പൊതുരംഗത്ത് വലിയ ബിംബങ്ങളായി കാണുന്ന ആളുകൾ ഞാൻ പറയട്ടെ, നാളെ കോടതി ഈ കുറ്റപത്രം തള്ളും. ദെൻ the damage is done already. ഞാൻ പറയട്ടെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആ വീട്ടിൽ നടന്നു എന്ന് തന്നെ വിചാരിക്കുക. അപ്പോൾ പോലും ഈ കൊലപാതകം തന്നെയല്ലേ. അതിപ്പോഴും CBI ആത്മഹത്യയായിട്ടാണ് ഹോൾഡ് ചെയ്യുന്നത്. CBI ആകെ ചെയ്തിരിക്കുന്നത് എന്താ? ആദ്യത്തെ കുറ്റപത്രത്തിൽ ഇവർ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞു, കോടതി ആ കുറ്റപത്രം അംഗീകരിച്ചില്ല. ഇപ്പം ചെയ്തിരിക്കുന്നത് അച്ഛനെയും അമ്മയും കൂടെ പ്രതിയാക്കിയിട്ട് വീണ്ടും ഒരു കുറ്റപത്രം കൊടുത്തു. ഒറിജിനൽ കുറ്റപത്രത്തിൻ്റെ കൂടെ അഡീഷണൽ 10 പേജ് കൂടെ ചേർത്ത് കാണും. ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് എൻ്റെ കയ്യിൽ കുറ്റപത്രത്തിൻ്റെ കോപ്പിയില്ല. മാധ്യമത്തിൽ വന്ന വാർത്ത അനുസരിച്ചാണ് ഞാൻ പറയുന്നത്. CBI ആകെ ചെയ്തിരിക്കുന്ന ഈ 2 പ്രതികളെ കൂടെ ചേർത്തു. അതല്ലാതെ 9 വയസ്സുള്ള കുട്ടി കെട്ടിത്തൂങ്ങിച്ചാകും എന്നുള്ളതിന് CBIയുടെ കയ്യിൽ ഒരു തെളിവുമില്ല, സാഹചര്യ തെളിവില്ല, ഒരു മണ്ണാങ്കട്ടയില്ല. CBI പറയുന്നത് വിചാരിച്ചാൽ ആ കുട്ടിക്ക് തൂങ്ങിച്ചാവാൻ പറ്റും എന്നാണ്. എങ്ങനെയാണ് 9 വയസ്സുള്ള കുട്ടി വിചാരിക്കുന്നത്? വാസ്തവത്തിൽ 13 വയസ്സുള്ള കുട്ടിക്ക് പോലും തൂങ്ങിച്ചാവാനായിട്ടൊരു ചിന്ത അങ്ങനെ പോവില്ല. ഇതുകൊണ്ട് തൻ്റെ ജീവിതം തകർന്നു. അവരുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കണം. നമ്മളെപ്പോഴും വിട്ടുകളയുന്നൊരു കാര്യമാണ്. ഒരു വിക്ടോറിയൻ സദാചാരത്തിൽ ജീവിക്കുന്ന ആൾക്കാരല്ല അവർ. പല കാര്യങ്ങളും നമുക്ക് അത്ഭുതം തോന്നുന്നുണ്ടെങ്കിലും അവർക്ക് സാധാരണ കാര്യമാണ്.
കാരണം വർഷങ്ങളായിട്ട് ഈ ഹിന്ദിയിൽ ഹരിവംശറായ് ബച്ചൻ്റെ ആണെന്ന് തോന്നുന്നു കവിതയുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വരിയാണ് പത്ഝഡ് ഹി ദേഖാ ഹെ ജിസ്നെ ദേഖീന കഭി ഹരിയാലി. ഈ വരൾച്ച കണ്ട് 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 വസന്തം എന്താണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. വരൾച്ചയാണ് നോർമൽ എന്നവർ കരുതുന്നു. വസന്തമുണ്ട് എന്ന് പോലും അവർക്കറിയില്ല. പത്ഝഡ് ഹി ദേഖാ ഹെ, ജീവിതകാലം മുഴുവൻ വരേണ്ടതാണ്. പച്ചപ്പ് കണ്ടിട്ടില്ല, പച്ചപ്പ് സങ്കല്പിക്കാനും പറ്റുന്നില്ല. അപ്പോൾ വരൾച്ചയാണ് നോർമൽ. അവരുടെ ജീവിതത്തിൽ ഒരിക്കലും പച്ചപ്പുണ്ടായിട്ടില്ല. ഞാൻ ഈ വേ ബാക്ക് ഇൻ 1978 സ്ഥലമോ സംഗതിയോ ഒന്നും ഞാൻ പറയില്ല, കാരണം അതിലെ കഥാപാത്രങ്ങളൊക്കെ ഇപ്പോഴും ജീവനോടെ ഉണ്ടാകും. കാരണം ഞാൻ ജീവനോടെ ഉണ്ടല്ല. അപ്പം അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ ജീവനോടെ ഉണ്ടാകും. ഞാൻ പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പുതിയ അഡ്മിഷൻ നടക്കുന്നു. SSLC കഴിഞ്ഞുള്ള അഡ്മിഷനാണ്. അപ്പോൾ ധാരാളം പെൺകുട്ടികളും വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയ ഇടനാഴിയിൽ വെച്ച് ഒരു അധ്യാപകൻ ഒരു പെൺകുട്ടിയോട് ഒരു ഇടനാഴിയിൽ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്യുന്നു. ഞാൻ കയറി തിരിഞ്ഞ് ലെഫ്റ്റ് തിരിഞ്ഞാൽ ഇടനാഴിയാണ്. ലെഫ്റ്റ് തിരിയാൻ കണ്ടു, ഇയാൾ വിട്ടിട്ട് അപ്പോൾ ഇയാൾ അത് കൂടെ വല്ലാതെയായി. എന്നോട് പറഞ്ഞു, സാറ് ഇഷ്യൂ ആക്കണ്ട, ഇതൊക്കെ പതിവാണ്. ഞാൻ ഒന്നും മിണ്ടിയില്ല. ഞാൻ രൂക്ഷമായിട്ട് അയാളെ നോക്കി. അയാൾ പറഞ്ഞു, അല്ല ആ പെൺകൊച്ചിനൊരു പരാതിയില്ല, ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ മുമ്പിൽ വെച്ച് ആ പെൺകുട്ടിയെ വീണ്ടും ഇയാൾ കിസ് ചെയ്തു. രണ്ട് കവിളും ഇങ്ങനെ പിടിച്ച്. ഞെട്ടിപ്പോയി ഞാൻ. മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ അലറി. അയാൾ വിട്ടു. എന്നിട്ട് ഒരു വഷളൻ ചിരിയോടെ അയാൾ പോയി. അധ്യാപകനാണ് അയാൾ, എന്നേക്കാൾ സീനിയർ അധ്യാപകനാണ്. ഞാൻ ഈ പെൺകുട്ടിയുടെ മുഖത്ത് നോക്കിയപ്പോഴല്ലോ നിർവികാരഭാവം. ഇയാൾ പറഞ്ഞതുപോലെ ഇതൊക്കെ സർവ്വസാധാരണമല്ലേ, ഇതിലെന്ത് പുതുമ എന്നുള്ള മട്ടിൽ. അത് ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെട്ടൊരു പെൺകുട്ടിയാണ്. അതിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചു കാണും ഈ 16 വയസ്സിനിടയ്ക്ക് എന്ന് എനിക്ക് സങ്കല്പിക്കാവുന്നേ ഉള്ളൂ. നമ്മൾ വേറൊരു ലോകത്ത് ജീവിക്കുകയാണ്. നമ്മുടെ കുറേ മാധ്യമങ്ങളും ഒക്കെ ആയിട്ട് വി ആർ എൻറ്റയർലി ഡിസ്കണക്റ്റഡ് ഫ്രം റിയാലിറ്റി ഓഫ് ദ സൊസൈറ്റി. ഇത് തന്നെ ഹൈ സൊസൈറ്റിയിലെ ആൾക്കാർ ചെയ്തു കഴിഞ്ഞാൽ അത് സ്ത്രീയാണ്, അവൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നൊക്കെ പറയും, ഇല്ലേ? മകളുടെ മുമ്പിൽ വെച്ച് അമ്മ ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടു എന്നൊക്കെയാണ് CBI പറയുന്നതായി മാധ്യമങ്ങൾ പറയുന്നത്. വാട്ട് ഈസ് റോങ് ഇൻ ദാറ്റ്? തെറ്റല്ലേ? എന്ത് തെറ്റ്? കുട്ടികൾ ഏത് BNSലോ IPCയിലോ വകുപ്പ് പറഞ്ഞേ ചെറിയ കുട്ടികളുടെ മുന്നിൽ വെച്ച് ലൈംഗിക കൃത്യം ചെയ്യുന്നത് കുറ്റകൃത്യമല്ലേ? വകുപ്പ് പറയപ്പോൾ ഇതേ കാര്യം എറണാകുളത്ത് വലിയൊരു ഹൈറൈസ് ഫ്ലാറ്റിൽ നടക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ എല്ലാവരും ഫെമിനിസ്റ്റുകളടക്കം അതിനെ ജസ്റ്റിഫൈ ചെയ്യും. അവർക്കതിന് സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങളെന്തിനാ അവരുടെ ബെഡ്റൂമിൽ കയറി മകളുണ്ടോ ഇല്ലെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം, സാക്ഷി ആരാണെന്നൊക്കെ ചോദിച്ചിട്ട് ഓൾ കൗണ്ടർ ആർഗ്യുമെൻറ്റ്സ് വിൽക്കാം. ഇവർ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത പാവങ്ങളായിപ്പോയി. അവർക്ക് വോട്ടുമില്ല. കൂടാതെ ആ അമ്മ ഒരു മഹാഭാവവും ചെയ്തു. ധർമ്മടത്ത് നമ്മുടെ തമ്പുരാനെതിരെ മത്സരിക്കുകയും ചെയ്തു. ഒരാവശ്യത്തിന് ചെയ്തതായിരിക്കും. തല മൊട്ടയടിച്ചു. ഇനി എന്ത് ചെയ്യണം ആ സ്ത്രീ? ഇനി എന്താ വേണ്ടേ? ആരുടെ ചോരയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ദാഹിക്കുന്നത്? അവർ വെളുത്ത് തുടുത്ത് മുടി വെട്ടിയ ലിപ്സ്റ്റിക്ക് പുരട്ടിയ ഒരു സ്ത്രീയായിരുന്നെങ്കിൽ നിങ്ങൾ ധൈര്യപ്പെടുമോ വിരൽ ചൂണ്ടാൻ? CBI ഈ കുറ്റപത്രം കൊടുക്കാൻ ധൈര്യപ്പെടുക? അഭയ കേസിൽ എത്ര കുറ്റപത്രം കൊടുത്തു CBI? പോട്ടെ, കേരളത്തിൽ ഒരു ഒറ്റ കേസ്, ഒറ്റ എണ്ണം ഇന്ന് വരെ CBI തെളിയിച്ചിട്ടുണ്ടോ? ഇന്ന് വരെ നിങ്ങൾ കൊണ്ടുപോയി പോളക്കുളം നാരായണൻ്റെ ഒരു കേസാണ് കൊണ്ടുപോയി ചാടിച്ച്, അതും സുപ്രീം കോടതിയിൽ വിട്ടുപോയി. എല്ലാനത്തെ ആപ്ലോകവും ഊപ്പർ CBI ആണെന്ന് പറഞ്ഞ് നടക്കുന്നു. CBI കേസ് തെളിയിച്ചിട്ടുള്ളത് മുഴുവൻ വിട്ടുപോയിട്ട് മമ്മൂട്ടിയുടെ സിനിമയിലാണ്. ബാക്കി എല്ലാ കേസുകളും CBI പരാൻ ലോവർ കോർട്ടിൽ എന്തെങ്കിലും ശിക്ഷ വാങ്ങും, ഹൈക്കോടതി പോകുമ്പോൾ കഥ കഴിഞ്ഞു. ഹൈക്കോടതിയും കഴിഞ്ഞു പോയത് പോളക്കുളം നാരായണൻ്റെ കേസ് മാത്രമാണ്. ഇതാണ് കേരളത്തിലെ CBIയുടെ അവസ്ഥ. നൗ യു സി, വാളയാർ കേസിൽ നരേന്ദ്രമോദിക്ക് പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് വല്ലതും ഉണ്ടോ? ഇല്ല. അമിത്ഷായ്ക്ക് വല്ലതും എന്തെങ്കിലും ഉണ്ടോ?
ഒന്നുമില്ലല്ലോ. ദെൻ ഹൂ ഈസ് പ്ലേയിങ് ദ ഗെയിം ബിഹൈൻഡ് ദിസ്? ഇപ്പോൾ എം പി രാജേഷാണ് കരയുന്നത്. കുറ്റപത്രം ചർച്ച ചെയ്യാത്തത് എന്തുകൊണ്ട്? കുറ്റപത്രം നിങ്ങൾ ചർച്ച ചെയ്യാത്തത് എന്തുകൊണ്ട്? എന്തൊരു ചർച്ചയായിരുന്നു വാളയാറിനെ പറ്റി? എന്തുകൊണ്ട് കുറ്റപത്രം ചർച്ച ചെയ്യുന്നില്ല? ആ സ്ത്രീ കുഴപ്പത്തിലായതുകൊണ്ടാണോ? ഇത് ഇന്നലെ സ്ക്രോളായിട്ട് പോകുന്നുണ്ടായിരുന്നു. എന്താ എം പി രാജേഷിന് ഇപ്പോൾ ഇത് തോന്നാൻ കാര്യം? ഹൂ ഈസ് എം പി രാജേഷ്? വാട്ട് ഈസ് ഹിസ് റോൾ ഇൻ ദിസ് കേസ്? എന്തിനൊരു മന്ത്രി ഇതിൽ പ്രതികരിക്കണം? ഞാൻ ഓർക്കുന്നുണ്ട്, ഏഷ്യാനെറ്റിലെ ഒരു ചർച്ചയിൽ അഡ്വക്കേറ്റ് ജയശങ്കർ ഇങ്ങനെ പറഞ്ഞു, ഈ വാളയാർ കേസിലെ പ്രതികളെ ഒളിപ്പിച്ചത് എം പി രാജേഷിൻ്റെ അളിയൻ നിതിൻ കണിച്ചേരിയാണ്. ചർച്ച ഇങ്ങനെ മുന്നോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫോണിൽ എം പി രാജേഷ് വന്നു. എം പി രാജേഷ് അപ്പോൾ വിനു വി ജോൺ പറഞ്ഞു, രാജേഷ് ലൈനിലുണ്ട്, ഞാനൊന്ന് സംസാരിച്ചോട്ടെ. ആ ശരി. രാജേഷ് ഫോണിൽ സംസാരിച്ചു. ആ വക്കീലിനോട് പറയാൻ മര്യാദയ്ക്ക് തോന്നിയാസം വിളിച്ച് പറയരുത്. ഒരു ടി വി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എന്തും പറയാമെന്ന് വിചാരിക്കരുത്, ഞാൻ മാനനഷ്ട കേസ് കൊടുക്കും. വക്കീൽ പറഞ്ഞു, ആ കൊടുത്തോ, ഞാൻ കണ്ടോളാം. പിന്നെ ഒരു നോട്ടീസോ മറ്റോ അയച്ചെന്ന് തോന്നുന്നു. അതവിടെ വെച്ച് തീർന്നു. ഞാൻ ഫേസ്ബുക്കിലൊരു വീഡിയോ ചെയ്തു. വക്കീലിലെ ആളിനെ എനിക്കറിയാൻ വേണമെങ്കിൽ ഫോൺ വിളിച്ച് പറയും, അത് ചെയ്തില്ല. ലെറ്റ് ദ പബ്ലിക് നോ. ഞാൻ പറഞ്ഞു, വക്കീലിന് ഇതറിയാമെങ്കിൽ ഇത് ഹാർബറിങ് ഓഫ് ക്രിമിനൽ, അതൊരു കുറ്റമാണ്. ക്രിമിനലിനെ ഒളിച്ച് താമസിപ്പിക്കുക എന്നുള്ളത് സുനിലിനും അറിയാമല്ലോ. ഈ കുറ്റം ചെയ്ത ആളിനെ അഡ്വക്കേറ്റ് ജയശങ്കറിന് അറിയാമെങ്കിൽ അദ്ദേഹം ഇത് CBIയോട് പറയണം എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞോ ഇല്ലോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതാണ് ആകെ എം പി രാജേഷിന് ഞാനിതിൽ കണ്ട ഒരു ഇൻവോൾവ്മെൻറ്റ്. ആ സംഭവം കഴിഞ്ഞു. മാനനഷ്ട കേസ് കൊടുക്കാതിരിക്കുക, ദാറ്റ് ഈസ് ബിറ്റ്വീൻ അഡ്വക്കേറ്റ് ജയശങ്കർ ആൻഡ് എം പി രാജേഷ്. പബ്ലിക്കിന് അതിലൊന്നുമില്ല. ഇത് കഴിഞ്ഞ് ഇപ്പോൾ എം പി രാജേഷ് ഇത് വിളിച്ച് പറയുന്നത് എന്തിനാണ്? രാഷ്ട്രീയമാണ്. ഇത് ചർച്ച ചെയ്യാത്തത് എന്താണ്? ചർച്ച ചെയ്യാത്തത് എന്താണ്? എന്ത് രാഷ്ട്രീയം? പിണറായിക്കെതിരെ മത്സരിച്ച രാഷ്ട്രീയം. പിണറായിക്കെതിരെ മത്സരിച്ചു. ഒരു സ്വതന്ത്രയായിട്ട് ആ സ്ത്രീ മത്സരിച്ച് 10 വോട്ട് കിട്ടിയ പിണറായിക്ക് എന്ത് സംഭവിക്കാനാണ്? വൈ ആർ യു പെർസ്യൂയിങ് ദാറ്റ് വുമൺ ആസ് എ മിനിസ്റ്റർ? നേരത്തെ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവാം, എനിക്കറിയില്ല. ഞാനതൊന്നും ഞാൻ പറയുന്നത് ഒരു അമ്മ എന്ന സ്ത്രീയോട് മഹാപാപമാണ് ഈ ചെയ്യുന്നത് ബൈ ഇമ്പോസിങ് യുവർ വിക്ടോറിയൻ വാല്യൂസ് ഓൺ ദാറ്റ് സൊസൈറ്റി. ദേ ഫെയിൽ. ആരാണ് അവരെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്? പട്ടികജാതി പട്ടികവർഗ വനവാസി വികസനം എന്നൊക്കെ പറഞ്ഞിട്ട് കോടിക്കണക്കിന് രൂപ ഇവർ തട്ടിയെടുക്കുകയല്ലേ ചെയ്തത്. ഇവരുടെ ഫൈനൽ റിസൾട്ട് എന്താ? സിംഗിൾ പാരൻറ്റ് ചൈൽഡ്. സകല സ്ഥലത്തും സിംഗിൾ പാരൻറ്റ് ചൈൽഡ്. അട്ടപ്പാടിയിലൊക്കെ ഇത് മാത്രമേ ഉള്ളൂ. അട്ടപ്പാടി ഒരു ഓട്ടോണമസ് ഹിൽ ഡിസ്ട്രിക്റ്റ് ആക്കേണ്ടതാണ് ഭരണഘടന അനുസരിച്ച്. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഉണ്ടല്ലോ, ചുമ്മാ അങ്ങോട്ട് കാട്ടിക്കയറി ചെല്ലാൻ പറ്റില്ല. യു ഗോ ടു മഹാരാഷ്ട്ര, യു ഗോ ടു മധ്യപ്രദേശ്, ആസാം, അവിടെ എല്ലാം നിങ്ങൾ ഈ ഓട്ടോണമസ് ഇതുണ്ട്, കൗൺസിലുണ്ട്. ആ കൗൺസിലാണ് അവിടെ ഭരിക്കുന്നത്. അവരുടെ കീഴിലാണ് ജില്ലാ കളക്ടർ. ആ ഏരിയയിൽ നിങ്ങൾക്ക് വെറുതെ കയറിപ്പോയി അവിടെ തോന്നിയ കാണിക്കാൻ പറ്റില്ല. കേരളത്തിൽ അട്ടപ്പാടി ഇതിന് മോസ്റ്റ് സ്യൂട്ടബിളാണ്. ഇന്ന് വരെ മാറി മാറി വന്ന ഒരു സർക്കാരും 1956 മുതൽ ഇങ്ങോട്ട് കേരളം ഉണ്ടായ കാലം മുതൽ അതിനുവേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അവർക്ക് സ്വയംഭരണാവകാശം കൊടുത്തിട്ടില്ല. എന്നിട്ട് അവരെ നന്നാക്കാനായിട്ട് ജീപ്പുമായിട്ട് കുറേ പേര് ഇറങ്ങി അവസാനം ഈ ഗതിയായി. ഭക്ഷണം കഴിക്കാനുള്ള അരി കട്ട് തിന്നേണ്ട ഗതികേടിൽ വേറെ ഒരു സംസ്ഥാനത്തിലെ ആദിവാസി വന്നിട്ടില്ല. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇന്ത്യയിൽ? നമ്മൾ പിന്നോക്കം എന്നൊക്കെ പറയുന്ന ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഭക്ഷണം കഴിക്കാനായിട്ട് അരി മോഷ്ടിച്ചതായിട്ട്? എന്നിട്ട് അവനെ കെട്ടിയിട്ട് തല്ലിക്കൊന്നു. അതാണ് കേരളം. ഇപ്പോൾ കേരളം സദാചാരവുമായിട്ട് അമ്മയുടെ നെഞ്ചത്തേക്ക്. എന്നിട്ട് അത് ചർച്ച കഴിഞ്ഞിട്ട് എം പി രാജേഷ് എന്ന മന്ത്രിക്ക് ചൊറിച്ചിൽ. ഇപ്പോൾ ഈ കുറ്റപത്രം ഇതും മജിസ്ട്രേറ്റ് തള്ളിക്കഴിഞ്ഞാൽ വാട്ട് വിൽ CBI ഡു? അഭയ കേസിൽ CBI എത്ര കുറ്റപത്രം കൊടുത്തു? അതെ, 4 or 5 എണ്ണം കൊടുത്തു. 5 എണ്ണം കൊടുത്തു. നീതിദേവതകളുടെ മൂടപ്പെട്ട കണ്ണുകളുടെ സുഖം MS മണി സാറിൻ്റെ എഡിറ്റോറിയലാണ് കലാകൗമുദിയിൽ. എണ്ണം പറഞ്ഞു കേരളകൗമുദിയിൽ 1-ാം പേജിൽ എഡിറ്റോറിയൽ. കലാകൗമുദിയിൽ എഡിറ്റോറിയൽ വന്നു, വീക്കിലിയിൽ. ഇതേ എഡിറ്റോറിയൽ റിപ്രൊഡ്യൂസ് ചെയ്താണ്. അതിൻ്റെ കണ്ടംപ്റ്റ് കേസിൽ ഞാനും പ്രതിയായിരുന്നു.
നീതി ദേവതയുടെ മൂടപ്പെട്ട Contempt വന്നു. അവർക്ക് ജാമ്യം കൊടുത്തപ്പോഴത് അന്ന് ഞാൻ സാറിനെ Justice ഹേമയുടെ bail നേരിട്ട് വിളിച്ച് ഞാൻ സാറിനെ അഭിനന്ദിച്ചു. ഇപ്പോൾ നീതി ദേവത വീണ്ടും കണ്ണു കെട്ടിയിരിക്കുകയാണ്. ഈ കുറ്റപത്രമൊക്കെ കൊടുക്കുക, അത് സെലക്റ്റീവായിട്ട് ലീക്ക് ചെയ്യുക, അതിൻ്റെ കോപ്പി ആർക്കും കൊടുക്കാതിരിക്കുക. കോപ്പി ആപ്ലിക്കേഷൻ ഇവർ ഫയൽ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ CR നീലകണ്ഠനെ വിളിച്ചു ചോദിച്ചു. അപ്പോൾ അതിൻ്റെ പിന്നാലെ അങ്ങ് തൂങ്ങി നടക്കുകയാണല്ലോ, ചീത്തപ്പേരും ഒക്കെ ആയി. ഞാൻ വിളിച്ചു, മോഹൻദാസ് കോപ്പി ആപ്ലിക്കേഷൻ കിട്ടിയിട്ടില്ല. ലോവർ കോർട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ കോപ്പി ആപ്ലിക്കേഷൻ പലപ്പോഴും 3 ആഴ്ച വരെ എടുക്കും. ഒരു FIRൻ്റെ കോപ്പിക്ക് ആപ്ലിക്കേഷൻ കൊടുത്തു നോക്കി. നമുക്കെതിരെ FIR ഇട്ടു. മുൻകൂർ ജാമ്യത്തിന് പോകണമെങ്കിൽ FIRൻ്റെ കോപ്പി വേണം. FIRൻ്റെ സർട്ടിഫൈഡ് കോപ്പി മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് നിന്ന് എടുക്കാനായിട്ട് 3 ആഴ്ച എടുത്താൽ ആ 3 ആഴ്ചയ്ക്കുള്ളിൽ നമ്മളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാം. ദിസ് ഇസ് ദ സിറ്റുവേഷൻ. അപ്പോൾ എല്ലാവരും ചെയ്യുന്നത് എന്താ, പോലീസുകാരെ മണി എഴുതിക്കാനൊരു കോപ്പി ഇതാന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം ഇവിടെ സർട്ടിഫൈഡ് കോപ്പി വേണമെന്നില്ല. മുൻകൂർ ജാമ്യം മൂവ് ചെയ്യാനായിട്ട് സർട്ടിഫൈഡ് കോപ്പി ഹൈക്കോടതി ചോദിക്കില്ല. അതുകൊണ്ട് രക്ഷപ്പെട്ട് നിൽക്കുക. അല്ലെങ്കിൽ ഒറ്റ ഒരുത്തിന് മുൻകൂർ ജാമ്യം കിട്ടില്ല, പോലീസുകാർ അറസ്റ്റ് ചെയ്യും. ലോവർ കോർട്ടിൽ നിന്ന് കോപ്പി എനിക്കറിഞ്ഞൂടാ, അവർക്ക് അവരുടെ ലിമിറ്റേഷൻ ഉണ്ടായിരിക്കും. ഞാനവരെ കുറ്റം പറയുകയല്ല. അങ്ങനെ ആകുമ്പോൾ ഈ കേസിൽ ഈ അമ്മയെ അറസ്റ്റ് ചെയ്യേണ്ടി വരുമല്ലോ. ചെയ്യുമായിരിക്കാം. അറസ്റ്റ് ചെയ്യും. നിങ്ങൾ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കും. ഒരു വനവാസി സ്ത്രീയെ അവർ തന്നെത്താൻ മുട്ടയടിച്ചു, നിങ്ങളതിൽ പുള്ളി കുത്തി അവരെ ജയിലിലാക്കും, എഴുന്നള്ളിക്കും നിങ്ങൾ. അത് ചെയ്യും. അങ്ങനെ ചെയ്യുന്ന അധമത്വം ഇവിടെ കൊടികുത്തി വാഴുകയാണ് ഇതിനകത്ത് ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ചേർന്നിട്ട്. നമ്മൾ ഇതുവരെ സംസാരിച്ച് തുടങ്ങുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്നും ഞാൻ നിഷേധിക്കാതെയാണ് ഞാൻ പറയുന്നത്. ഞാൻ 1978 കണ്ട കാഴ്ചയുടെ വെളിച്ചത്തിലാണ് സുനിലിനോട് ഇത് പറയുന്നത്. അവർക്കത് സാധ്യമല്ല. അവരെ സമയത്തോളം അവർ പച്ചപ്പ് കണ്ടിട്ടില്ല, ജീവിതം മൊത്തം മരുഭൂമിയെ കണ്ടിട്ടുള്ളൂ. പിന്നെ എന്ത് കംപ്ലൈൻറ്റ് ചെയ്യാൻ? പച്ചപ്പ് എനിക്ക് അവകാശപ്പെട്ടതാണെന്ന് നിങ്ങൾ എന്തുകൊണ്ട് കോടതിയിൽ പറഞ്ഞില്ല? ഹേയ്, പച്ചപ്പുണ്ടെന്ന് എനിക്കറിയില്ല എന്ന്, ഭരണഘടന ഉണ്ടെന്ന് നമുക്കറിയില്ല. അവർ കാട്ടിൽ ജീവിക്കുക. ദേ നെവർ ന്യൂ. സ്വാതന്ത്ര്യം പോയതും അവരറിഞ്ഞിട്ടില്ല, സ്വാതന്ത്ര്യം കിട്ടിയതും അവരറിഞ്ഞിട്ടില്ല. സർവേ നമ്പർ എന്ന് അവർ കേട്ടിട്ടില്ല, തഹസിൽദാരെന്ന് കേട്ടിട്ടില്ല, ട്രാക്ടർ കണ്ടിട്ടില്ല. ഈ മനുഷ്യരെയാണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. ഏതായാലും നമ്മൾ ഒരിക്കലും ഇത്രയും ഇമോഷണലായിട്ട് സംസാരിച്ചിട്ടില്ല. ഈ സാമൂഹ്യ പശ്ചാത്തലം, അവരുടെ ജീവിതം, ഇത് നേരിട്ട് കണ്ടവർക്ക് എൻ്റെ ഈ ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് മനസ്സിലാവും. അല്ലാത്തവർ ഈ കളവിന് പ്രാന്തായി എന്ന് പറയും. ആയിക്കോട്ടെ, എന്തെങ്കിലും ആവട്ടെ. ഇതാണ് നമ്മുടെ നാട്ടിലെ നീതി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.